കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളെയും ദൈവം ഇന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ദാവീദ് പറയുക, അവിടുത്തെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് മഹത്വം കരേറ്റാൻ നമുക്ക് തയ്യാറാവാം. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ ആരാധനയ്ക്ക് യോഗ്യൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമുക്കറിയാം, ജനത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കത്തില്ലെന്നും പുറത്തേക്ക് ഇറക്കത്തില്ലെന്നും ശക്തമായൊരു കോട്ടയായിരുന്നു എരിഹോ. പക്ഷെ ജനം 7-ാം ദിവസം 7 തവണ ചുറ്റി ആർപ്പിട്ടപ്പോ മതിലിടിഞ്ഞു. ജനം അകത്തേക്ക് പ്രവേശിച്ചു. മുമ്പിൽ വഴിമാറത്തില്ലെന്ന് ചിന്തിക്കുന്നത് സ്തുതിക്കുന്നവന്റെ മുമ്പിൽ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വഴിമാറും. പ്രവേശനമില്ലെന്ന് പറയുന്നിടത്തേക്ക് നിന്നെ പ്രവേശിപ്പിക്കണമെങ്കിൽ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, മുഴുമഹത്വവും ദൈവത്തിന് കൊടുക്കാൻ ഈ ദിവസങ്ങൾ തയ്യാറാകുമെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. പരാജയമെന്ന് ചിന്തിക്കുന്നപ്പോൾ, ഇനി ഇവിടെയൊക്കെ ഒന്നും നടക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കൂ, ദൈവത്തിന് സ്തോത്രം ചെയ്യൂ, ദൈവത്തെ സ്തുതിക്കൂ. ചിലത് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ ഇടിഞ്ഞു മാറാൻ പോകുകയാണ്. ദൈവശക്തി ഇറങ്ങാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ചിലത് വഴിമാറുകയാ. പരിശുദ്ധാത്മാവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എനിക്ക് ഈ ദൈവത്തെ അറിയാൻ പറ്റിയിട്ടുണ്ട്. ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുക, യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനാണ്. അത് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലുടനീളം വ്യക്തമായി മനസ്സിലാക്കി. അകത്തു നിന്നും പുറത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ വന്ന, സിംഹാസനത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്ന സമയങ്ങൾ, മലഞ്ചരിവിലൂടെ നടക്കേണ്ടി വന്ന അനുഭവങ്ങൾ, കാടുകളിലും ഗുഹകളിലും ഒക്കെ അഭയം പ്രാപിക്കേണ്ടി വന്നു, ബലമില്ലാതാവോളം കരയേണ്ടി വന്നു. പക്ഷേ അവിടെയൊക്കെയും താൻ സേവിച്ച ദൈവം നല്ലവനാണെന്നും കഷ്ടങ്ങളിൽ ശരണമാണെന്നും എന്റെ ശൈലമാണെന്നും എന്റെ കോട്ടയാണെന്നും തിരിച്ചറിഞ്ഞ മനുഷ്യൻ പാടുകയാണ്, അവിടെ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം. അവർ അങ്ങനെ ചെയ്ത് എല്ലാവരെയും ഇരുത്തി. സംഭവ പശ്ചാത്തലം നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ല. യേശുവും ശിഷ്യന്മാരും ബെത്സയിദ പട്ടണത്തിലേക്ക് പോയി. വലിയ പുരുഷാരം യേശുവിന്റെ പ്രഭാഷണം കേൾക്കാൻ തിങ്ങിക്കൂടുമ്പോൾ യേശു അവരോട് പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ച്, അതിന്റെ ആഴങ്ങളെക്കുറിച്ച് മാത്രമല്ല, രോഗശാന്തി വേണ്ടവരെ സൗഖ്യമാക്കി അവരെ സമാധാനത്തോടെ, ശക്തിയോടെ, ബലത്തോടെ നിർത്താൻ യേശുവിന് കഴിഞ്ഞു. പ്രിയരെ, അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്ന, പിന്തുടരുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിത്വങ്ങളെ വെറുതെ വിടുന്ന ഒരു ദൈവമല്ല.
ഏത് വിഷയത്തിലാണ്? വചനത്തിൽ നിങ്ങളെ ശക്തരാക്കുക മാത്രമല്ല, ശാരീരിക മാനസിക മേഖലകളിൽ വിടുതലും ബലവും നൽകി നിങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ സന്ധ്യയായപ്പോൾ യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാർ പറയുകയാണ്, ഇതിവിടെ മരുഭൂമിയാണ്. പുരുഷാരത്തെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും വീടുകളിലും പോയി അവർക്ക് രാത്രി പാർക്കേണ്ടതിനും ആഹാരം വാങ്ങാൻ വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. നിങ്ങൾ അതിനുള്ള ക്രമീകരണം. യോഹന്നാൻ സുവിശേഷം പറയുന്നു, അവരെ ടെസ്റ്റ് ചെയ്യാൻ അത്ര യേശു ഇത് പറഞ്ഞത്. അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കയ്യിൽ അധികമായിട്ടില്ല. ഏകദേശം നമുക്കറിയാം 5000 പുരുഷന്മാരുണ്ട്. ബാക്കി സ്ത്രീകൾ കുട്ടികളെല്ലാം കൂടെ വലിയൊരു സംഖ്യ തന്നെയുണ്ട്. പിന്നെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ ഇവരെ അസാധ്യങ്ങൾ പറഞ്ഞ ശിഷ്യന്മാരോട് പറയുന്നു, ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് പറയുന്നു, ഇതാണ് ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് എന്ന് പറഞ്ഞവരോട് പറയുന്നു. ഇത്ര ആളുകൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? എങ്ങനെ തികയും? എങ്ങനെ ഇത് സാധ്യമാക്കുമെന്ന് ചോദിക്കുന്നവരോട് വചനത്തിന് പറയാനുള്ള സന്ദേശമാണ് നമ്മുടെ കുറിവാക്യം. പിന്നെ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക, അവരെ 50 വീതം പന്തി പന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. 50 വീതം പന്തി പന്തിയായി ഇരുത്തുവീൻ. അടുത്തത്, അവർ അങ്ങനെ ചെയ്ത് എല്ലാവരെയും ഇരുത്തി. പ്രിയരെ, യേശു പറഞ്ഞാൽ സാഹചര്യം നോക്കാതെ, കാൽക്കുലേറ്റർ വെച്ച് അടിച്ചു നോക്കാതെ മൂവ് ചെയ്യാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശു പറഞ്ഞതുപോലെ ജനത്തെ ഇരുത്തി. എനിക്ക് പറയാനുള്ള ശക്തമായ സന്ദേശം, ഇരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ആത്മീയ വെളിപ്പാട് പറയുന്നു. കർത്താവ് പറഞ്ഞിട്ട് നീ ഇരുന്നാൽ എഴുന്നേൽക്കുന്നത് തൃപ്തിയായിട്ടായിരിക്കും. നിന്റെ സകല വിഷയങ്ങളും തൃപ്തി പ്രാപിച്ച് സമാധാനത്തോടെ എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ സാക്ഷ്യം അനേകരോട് പറയാൻ ദൈവം ചിലരെ ഇടയാക്കാൻ പോകുക. അതിനു മുമ്പ് ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത് കാടാണ്, ഇത് മരുഭൂമിയാണ്, ഇത്ര ആളുകളുണ്ട്, ഇതെങ്ങനെ നടക്കും? ഇതിന് സാധ്യതയുണ്ടോ? ഇതിനൊരു ദൈവപ്രവൃത്തിയുണ്ടോ? ഇനിയും വിടുതലുണ്ടോ? ഇനിയും ഇത് നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് അസാധ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവിന് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയാനുള്ള ശക്തമായ സന്ദേശം, നിങ്ങൾ ഇരിക്കാൻ തയ്യാറായാൽ പന്തി പന്തിയായി അവർ ഇരുന്നു. അവരെ ഇരുത്തി. ആരും അനുസരിക്കാതിരുന്നില്ല. ചിലർക്ക് വേണേ സംശയിക്കാമായിരുന്നു, ഞങ്ങളൊന്നും കാണുന്നില്ല, പിന്നെന്തിനാണ് ഇരിക്കുന്നത്? പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവ് പറഞ്ഞത് കേട്ട് ഇരിക്കാൻ തയ്യാറാകുമെങ്കിൽ വെറുതെ എഴുന്നേൽക്കത്തില്ല. ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, വചനമനുസരിക്കുന്നവർ, വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കുന്നവരോട് ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇരുന്നാൽ സംതൃപ്തിയോടെ എഴുന്നേൽക്കും. ഏത് വിഷയത്തിലാണ് ഇന്ന് പകൽ ഷോർട്ടേജ് വന്നത്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ സംശയിക്കുന്നത്? ഏത് വിഷയമാണ് നിങ്ങളെ വല്ലാതെ പതറിക്കുന്നത്? ആ വിഷയത്തിന്മേൽ ദൈവം പറയുന്നു, നിങ്ങൾ ഇരിക്കാൻ തയ്യാറാകൂ. ഇരുന്നാൽ ചിലത് എഴുന്നേൽക്കാൻ പോകുക. ഇരിക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, സ്തോത്രം. നോർമലായിട്ടല്ല എഴുന്നേൽപ്പിക്കുന്ന, ശക്തരായി സംതൃപ്തരായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് ദൈവം ചെന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. ശിഷ്യന്മാരും അതനുസരിച്ചു. അവർ അതിൽ തയ്യാറായി. യേശുവിനോട് തിരിച്ചു ചോദിച്ചില്ല, എന്തിനാ കർത്താവെ ഇരുത്തുന്നത്? ഇത്രയും പേരെ ഇരുത്തിയിട്ട് ഇത് തികയുമോ? 5 ഞങ്ങളുടെ കയ്യിലുള്ളൂ. പക്ഷേ അവർക്കറിയാം, യേശു പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശു പറഞ്ഞാൽ
വെറുതെ എഴുന്നേൽക്കാൻ സമ്മതിക്കില്ല. ഇരുന്നവരെ വെറുതെ എഴുന്നേൽപ്പിച്ച് വിടുന്ന ഒരുവനല്ല എന്റെ ദൈവം. സഹോദര സഹോദരി, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ വെറുതെ എഴുന്നേൽക്കില്ല. അസാധ്യങ്ങൾ സാധ്യമായത് കണ്ട്, ചിലത് വർത്തിക്കുന്നത് കണ്ട്, ചിലരുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നത് കണ്ട്, സൗഖ്യം വ്യാപരിക്കുന്നത് കണ്ട്, വിടുതൽ വ്യാപരിക്കുന്നത് കണ്ട് നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. നിങ്ങളുടെ വിഷയത്തിന്മേൽ സംതൃപ്തിയോടെ എഴുന്നേൽക്കാൻ പോകുക. അസംതൃപ്തിയുടെ അനുഭവങ്ങൾ ഇന്ന് പകൽ മാറുക. യേശുവിന്റെ നാമത്തിൽ ഇരിക്കാൻ തയ്യാറാകൂ, ഇരിക്കാൻ തയ്യാറാകൂ, ഇരിക്കാൻ തയ്യാറാകൂ. ദൈവം ഇന്ന് പകൽ ചിലരെ ശക്തീകരിക്കാൻ പോകുന്നു. ദൈവാത്മാവ് നിങ്ങളെ അനോയിന്റ് ചെയ്ത് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വിശുദ്ധന്മാർ തൃക്കാക്കൽ ഇരിക്കുമ്പോൾ അവരെ ശക്തീകരിച്ച് സമാധാനത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മരുഭൂമിയാണ്, അസാധ്യമുണ്ട്, ഒരു സാധ്യതയും അവിടെ ഇല്ല. പക്ഷെ സാധ്യമാക്കുന്നവനാ നിങ്ങളോട് പറയുക, ഇരിക്കുക, ഇരിക്കുക, ഇരിക്കുക. ആരിയ്ക്കാൻ തയ്യാറുണ്ട് അവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, ശക്തിയോടെ എഴുന്നേൽപ്പിക്കുന്നു, വിഷയങ്ങൾക്ക് വിടുതലോടെ എഴുന്നേൽപ്പിക്കുന്നു, സാക്ഷ്യത്തോടെ എഴുന്നേൽപ്പിക്കുന്നു. മരുഭൂമിയിലും കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. ഇരിക്കുന്നവർ ആത്മാവിൽ എഴുന്നേൽക്കുന്ന ഒരു പ്രത്യേക തലം വെളിപ്പെടുന്നു. സാക്ഷ്യത്തോടെ എഴുന്നേൽക്കുന്നു, വിടുതലോടെ എഴുന്നേൽക്കുന്നു, സമാധാനത്തോടെ എഴുന്നേൽക്കുന്നു, സൗഖ്യത്തോടെ എഴുന്നേൽക്കുന്നു, സാധ്യമായത് കണ്ടെഴുന്നേൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു, ശക്തിയോടെ എഴുന്നേൽപ്പിക്കുന്നു. ഇരിക്കൂ, വൻ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കൂ. ഈ വചനങ്ങൾ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ